ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. യൂണിവേഴ്സിറ്റി LGSൻ്റെ 2024 നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 019/2024 കോഡ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ സമരം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. നിസ്സഹകരണ സമരം നടക്കുന്ന എപ്പോഴാണ്? 1920 ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന ആദ്യത്തെ സമരം ചമ്പാരൻ. 3. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച വർഷം ഏതാണ്? 1939. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 രൂപീകരിച്ചത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? അപ്പോൾ ഇതാരെ പറ്റിയാണ് പറയുന്നത്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പറ്റിയാണ് പറയുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5. ചുവടെ നൽകിയിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? അതായത് തീവ്രവാദി നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണ് തീവ്രവാദി നേതാവ്. ലാൽ ബാൽപാൽ തീവ്രവാദി നേതാക്കൾ ഉൾപ്പെടുന്നവരാണ്. ബാക്കി 3 പേര് ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെ ആരാണ്? മിതവാദികളാണ്. 6. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മിക്കവാറും ചോദ്യപേപ്പറുകളിലും ഉണ്ടായിരുന്നു. ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1978 മൊറാർജി ദേശായി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണ് 1978 44ാം ഭേദഗതി. 7. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്നാണ് ചോദ്യം. ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഹൈക്കോടതി. 8. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 9. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. 10. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലികാവകാശങ്ങൾ. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. ആമുഖത്തിലുള്ളത് എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വം, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആണെന്നാണ് ഉള്ളത്. ആ കൂട്ടത്തിൽ മൗലികാവകാശങ്ങൾ പെടുന്നില്ല. 17. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ. 18. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? VP മേനോനാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയുടെ കർത്താവ്. 19. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. ഫ്രാൻസിൻ്റേത് പോണ്ടിച്ചേരിയാണ്. 20. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്?
സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. ബാക്കി അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, എച്ച് എൻ ഗുൻസ്രു, അതുപോലെ കെ എൻ പണിക്കർ എന്നിവരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. 1953 വന്ന ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷൻ. 21. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. 22. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേര് എന്താണ്? ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. 23. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ്. 24. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര് എന്താണ്? പ്രഗ്യാനാണ് റോവർ. 25. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. അത് ശരിയാണ്. ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല സ്ഥിതി ചെയ്യുന്നത്, നേപ്പാളിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. 26. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. 27. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമൻഡൽ തീരം. അത് തെറ്റാണ്. കോറമൻഡൽ തീരം കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. അത് ശരിയാണ്. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. അപ്പോൾ ഏതാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റ്. 28. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. അതും ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. അത് തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? 1ഉം 2ഉമാണ് ശരിയായ ഉത്തരം. 29. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. അതും ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 30. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകുടം. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് തെറ്റായത്? 2 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ്? ആനമുടിയാണ്. 31. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. അത് ശരിയാണ്. കബനിയും ഭവാനിയും പാമ്പാറുമാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. പെരിങ്ങൽകുത്ത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അതെ, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പോൾ ഏതാണ് ശരിയായത്? 1ഉം 3ഉമാണ് ശരിയായത്. 32. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക.
കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. ആണോ? അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അതും ശരിയാണ്. പൂക്കോട് തടാകം വയനാട്ടിലാണ്. അപ്പോൾ ഏതാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റ്. 33. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. തെറ്റാണ്. താമരശ്ശേരി ചുരം വയനാടിനെ കോഴിക്കോടുമായാണ് ബന്ധിപ്പിക്കുന്നത്. NH 766 കടന്നു പോകുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരി. 34. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര തിരുവനന്തപുരം. തെറ്റാണ്. നീണ്ടകര എവിടെയാണ്? കൊല്ലത്താണ്. അഴീക്കൽ കണ്ണൂർ. അത് ശരിയാണ്. പൊന്നാനി മലപ്പുറം. അതും ശരിയാണ്. കായംകുളം എറണാകുളം. അതും തെറ്റാണ്. കായംകുളം എവിടെയാണ്? കൊല്ലത്താണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം. 35. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. 36. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറം. അത് ശരിയാണ്. കരിമ്പുഴ മലപ്പുറത്താണ്. ചിമ്മിനി പാലക്കാട്. അത് തെറ്റാണ്. ചിമ്മിനി എവിടെയാണ്? തൃശ്ശൂരാണ്. ചെന്തുരുണി കൊല്ലം. അതും ശരിയാണ്. ചൂലന്നൂർ തൃശ്ശൂർ. അത് തെറ്റാണ്. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? 1, 3 എന്നിവയാണ് ശരി. 37. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റാണ് ചോദിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നു. അതും ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. 1985 സൈലന്റ് വാലി നിലവിൽ വരുന്നത്. അത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ 3 മാത്രമാണ് തെറ്റ്. 38. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മരാജയാണ്. ശരിയാണ്. ഗോദവർമ്മരാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. അതും ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 39. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. അത് തെറ്റാണ്. കേരള നിയമസഭ എപ്പോഴാണ് പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കുന്നത്? 1994 കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. അത് ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് തെറ്റ്? 1 മാത്രമാണ് തെറ്റ്. 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീർ ആണ്. ശരിയാണ്. സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണ്. അത് തെറ്റാണ്. DY ചന്ദ്രചൂഡ് എവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റ്. 41ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 42. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അത് ശരിയാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. അത് തെറ്റാണ്.
വയലാർ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മാങ്ങാടിനാണ് ലഭിച്ചത്. അത് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരി. 43 ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരിയാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ അല്ല, തെറ്റാണ്. എസ് സോമനാഥാണ് ISRO ചെയർമാൻ. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ്. ശരിയാണ്. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 3, 4. 44 കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഏതാണ്? മോഹിനിയാട്ടമാണ്. 45 അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കിയുടേതാണ് അമ്മ എന്ന നോവൽ. 46ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. 47 ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിലാണ് ലോക്പാലാണ്. 48 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ്. 49 സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം നൽകണം എന്ന ലൈസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? ലൈസസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്തിൻ്റേതാണ്, പക്ഷേ അത് ഇതിലില്ല. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 50 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. 51 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. 52 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയത് ആരാണ്? ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം നേടിയത്. 53 അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. 54 ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? PSC ഉത്തരം തന്നിരിക്കുന്നത് വിജാഗിരി സന്ധി എന്നാണ്. 55 C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയയാണ്. 56 ജീവിയും ശാസ്ത്രനാമവും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, അത് ശരിയാണ്. നായ കാനിസ് ഡൊമസ്റ്റിക്കസ്, അത് തെറ്റാണ്. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്, മയിൽ കോർവസ് ക്രിസ്റ്റാസസ്, ഇതിലേതാണ് ശരി? പൂച്ചയുടേതും കാക്കയുടേതും ശരിയാണ്. ബാക്കി 2 തെറ്റ്. നായയുടേത് എന്താണ്? ക്യാനിസ് ഫെമിലിയാരിസും മയിലിൻ്റേത് പാവോ ക്രിസ്റ്റാറ്റസുമാണ്. 57 ജീവികളും ഹൃദയ അറകളും തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പാറ്റ 13, പല്ലി 3, പക്ഷി 4, മത്സ്യം 2. 58 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. 59 സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഹരിതയാണ് സങ്കര ഇനം തക്കാളി അല്ലാത്തത്. 60 ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. 61 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ ആണ് പവർ വരിക. P = 1/f എന്ന ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ 4 ഡയോപ്റ്റർ കിട്ടും.
62 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 63 ഒരു കുതിരശക്തി എന്നത് എത്ര വാട്ട് ആകുന്നു? 746 വാട്ടാണ് ഒരു കുതിരശക്തി. 64 ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 65 നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ആരാണ് നിലവിലെ ISRO ചെയർമാൻ? S സോമനാഥ് ആണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. 66 ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് എന്താണ്? പ്രഗ്യാനാണ് റോവറിൻ്റെ പേര്. 67 സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാരിൻ്റെ ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. 68 വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ശരി? 3 മാത്രമാണ് ശരി. ക്ഷയവും ചിക്കൻ ബോക്സുമാണ് ശരി. 69 സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ്. കണ്ണിനുണ്ടാവുന്ന വൈകല്യമാണ് സിറോഫ്താൽമിയ. 70 കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? 2014 നവംബർ 9 ആയുഷ് മന്ത്രാലയം രൂപീകരിക്കുന്നത്. 71 ഗ്ലുക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഗ്ലുക്കോമ. ഗ്ലുക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. 72 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിക്കുന്നത്. 73 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? എലിപ്പനി. എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. 74 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? മലേറിയയാണ് ജീവിതശൈലി രോഗത്തിൽ പെടാത്തത്. 75 മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂട്. 76 കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. 77 ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ശ്വാസകോശ രോഗമല്ലാത്തത്? നെഫ്രൈറ്റിസ് ആണ്. നെഫ്രൈറ്റിസ് ഏത് അവയവത്തിനാണ് വരുന്നത്? കിഡ്നിക്കാണ് നെഫ്രൈറ്റിസ് വരുന്നത്. 78 ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. 79 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം? ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. 80 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ തിരഞ്ഞെടുക്കുക. എലിപ്പനി പരത്തുന്നത് ആരാണ്? ബാക്ടീരിയയാണ്, ഫംഗസ് അല്ല. തെറ്റാണ്. ക്ഷയം പരത്തുന്നത് ബാക്ടീരിയ ആണ്. വട്ടച്ചൊറുക്ക് കാരണം പ്രോട്ടോസോവയല്ല, ഫംഗസ് ആണ്. അതുപോലെ നിപ്പ ഉണ്ടാവുന്നത് വൈറസ് കാരണമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. 2ഉം 4ഉം ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. താങ്ക് യു.